വിവിധ നക്ഷത്രങ്ങളിൽ ഋതുവായാൽ ആർത്തവം ആദ്യമായിട്ട് ഏതൊക്കെ നക്ഷത്രങ്ങളിലായാൽ ദോഷമാകാം, എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രത്തിലാണ് ആദ്യമായിട്ട് ഋതുവാണെങ്കിൽ വൈദവ്യമാണ്. ഭരണി നക്ഷത്രത്തിലാണെങ്കിൽ സന്താനലബ്ധി, കാർത്തിക നക്ഷത്രത്തിലാണെങ്കിൽ പുത്രനാശം, ദാരിദ്ര്യം ഇവയാണ്. രോഹിണി നക്ഷത്രത്തിലാണെങ്കിൽ സുഖഭോഗങ്ങൾ, മകീര നക്ഷത്രത്തിലാണെങ്കിൽ പുത്രലബ്ധി, ലാഭം, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം വന്നു ചേരുക. തിരുവാതിര നക്ഷത്രത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ആർത്തവ വരുന്നതെങ്കിൽ വ്യാധി, ദുഃഖം, മനോദുഃഖം. പുണർദം നക്ഷത്രത്തിലെ ഭർത്തൃഹീനത, വ്യഭിചാരിയാവുക. പൂയ നക്ഷത്രത്തിലാണെങ്കിൽ രാജപത്നിത്വം വന്നു ചേരുക. ആയില്യം നക്ഷത്രത്തിലാണെങ്കിൽ പുത്രനാശം, വൈദവ്യം ഉണ്ടാവുക. മകൻ നക്ഷത്രത്തിലാണെങ്കിൽ പുത്രവർധന. പൂരം നക്ഷത്രത്തിലാണെങ്കിൽ ഭാഗ്യവൃദ്ധി. ഉത്രം നക്ഷത്രത്തിലാണെങ്കിൽ രോഗപീഠ വരാം. അത്ത നക്ഷത്രത്തിലാണ് സുഖവും ദ്രവ്യലാഭവും ഉണ്ടാകുക. ചിത്തിര നക്ഷത്രത്തിലാണ് സൗഖ്യം. ചോതി നക്ഷത്രത്തിലാണെങ്കിൽ ഹൃദയരോഗം വന്നു ചേരുക. വിശാഖ നക്ഷത്രത്തിലാണെങ്കിൽ ധനനാശം ഉണ്ടാകുക. അനിഴമായാൽ ഭോഗസുഖം. തൃക്കേട്ട നക്ഷത്രത്തിലാണെങ്കിൽ വ്യഭിചാരിയായി മാറുക. മൂല നക്ഷത്രത്തിലാണെങ്കിൽ വൈദവ്യം വന്നു ചേരുക. പുരാട നക്ഷത്രത്തിലാണ് സ്ത്രീത്വം ഉണ്ടാവുക. ഉത്രാട നക്ഷത്രത്തിലാണ് സുഖം വന്നു ചേരുക. തിരുവോണ നക്ഷത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആഭിജാത്യം ഉണ്ടാവുക. അവിട്ട നക്ഷത്രത്തിലാണെങ്കിൽ ഭോഗസുഖം. ചതയ നക്ഷത്രത്തിലാണെങ്കിൽ ദാരിദ്ര്യം. പുരോരുട്ടാതി വ്യാധി. ഉത്രട്ടാതി സുഖഭോഗം. രേവതി നക്ഷത്രമാണ് ഈ സൗഖ്യവും. വിധി പോലുള്ള പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്.